ഒന്നും നിങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി. പുസ്തകം മറിച്ചു നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആദ്യം ഒരു മുഖം കാണാം, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖം. നമുക്ക് ഒരുപാട് പ്രകാശവും ആൺകുട്ടികളും നമ്മുടെ മുമ്പിലൂടെ നടന്നുകൊണ്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ഏഴാം കൂലികളുടെ രൂപവും കോലവും ഈ സമുദായം കെട്ടുക? പെരുന്നാൾസ്കാരത്തിന് പള്ളിയിൽ പോയ മുഴുവനും വെള്ളം മുണ്ടും കറുത്ത ഷർട്ടും. പെരുന്നാൾസ്കാരത്തിന് പള്ളിയിൽ പോയ ചെറുപ്പക്കാർ 90% കേരളം മുഴുവനും. അതായത് എന്തുകൊണ്ടാ? ഇബ്ലീസിനറിയാം, കുറെ പ്രവാചകന്മാരും കുറെ ദീനി പ്രബോധനമൊക്കെ ആയിട്ട് യുവാക്കളൊക്കെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നപ്പോ ഇബ്ലീസിന് വലിയ സങ്കടം തോന്നിയിട്ടുണ്ടാവും. സത്യമാണ്. അതുകൊണ്ട് പെരുന്നാളിലൂടെ നിങ്ങളെ മുഴുവനും അവൻ വിലക്കെടുത്തല്ലോ. അത് തിരിച്ചറിയാൻ മുസാഫഹത്ത് ചെയ്യുന്ന, സ്വതക്ക് ചെയ്യുന്ന, അതിന്റെ മജ്‌ലിസ് ഒരുമിച്ച് കൂടുന്ന, അതല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന യുവാക്കൾക്ക് കഴിയാതെ പോയത് ഒരു തീരെ നഷ്ടം തന്നെയാണ്. ഇന്ന് രാത്രി കരിച്ചു കളയണം. അതിനുവേണ്ടി വാങ്ങിയത്. നാളെ ഇനി വാട്സപ്പിലിടുന്നത് കറുത്ത കോട്ടെല്ലാം കരിക്കാൻ പറഞ്ഞു. തുലിക്കത്തിന്റെയൊക്കെ ചില വസ്ത്രങ്ങൾ കറുത്ത വസ്ത്രം മാത്രമേ ചിലർ ധരിക്കുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞു. ഈ സിനിമയുടെ ഫാഷൻ അനുകരിച്ചുകൊണ്ട് വാങ്ങിയ വസ്ത്രം മുഴുവൻ ധരിക്കുക. നമുക്കത് ആവശ്യമില്ല. അതിന്റെ രൂപത്തിൽ താടി വെട്ടി കോലം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പുലരാൻ നിൽക്കരുത്. മരിച്ചുപോയാൽ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഇന്നത്തെ രാത്രി തന്നെ വെട്ടി അതിനെ സാധാ രൂപത്തിലാക്കിയിട്ട് ഞാൻ മുത്ത് റസൂലിനെ അനുകരിക്കുന്നവരാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുന്നത് വരെ നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിൽ ഒരുപാട് അകലമുണ്ടാകും. നിങ്ങൾക്കും മുത്ത് നബിക്കും ഇടയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പ്രയാസത്തോടു കൂടിയാണ് എന്റെ യുവ സുഹൃത്തുക്കളോട് ഞാനിത് പറയുന്നത്. ഇവിടെ വെച്ച് പറയുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി പവർ ഉണ്ടാവും. അള്ളാഹുവിന് നമ്മളോടൊപ്പം മഹബത്തെന്നറിയോ? പക്ഷേ നമുക്ക് ആ പരസപന വേണ്ട. അള്ളാഹു വലിയവനാണെന്ന് പള്ളിവിഹാരത്തിലൂടെ കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാൻ തള്ളുകയാണ്. ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരന്നുകൊണ്ട് വന്ന് പറഞ്ഞിരുന്നോ, ഉസ്താദേ ഞാൻ സിനിമ കാണാൻ നിർത്തിയതാണ്, പക്ഷേ എന്റെ കൂട്ടുകാര് വീണ്ടും ഒരു തരംഗമായ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ അറിയാതെ ഞാൻ പെട്ടുപോയി ഉസ്താദേ. ഇപ്പൊ എനിക്ക് ആ ലോകത്തിൽ നിന്ന് മാറാൻ കഴിയില്ല മോനെ, നിനക്കിനി കഴിയില്ലടാ. റമദാനിന്റെ പൊരുത്തവും തറാവീഹിന്റെ മാധുര്യവും ഖുർആനിന്റെ അത്ഭുതമൊക്കെ കൊണ്ട് എന്റെ മനസ്സിനെ പടച്ചതമ്പരാനിലേക്ക് പറഞ്ഞു വിടുമ്പോ പിശാച് വന്ന് മാടി വിളിച്ചു കൊണ്ടുപോരെങ്കിൽ ഇനി മടങ്ങി വരാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ താടി വെക്കാൻ പറഞ്ഞു. ഉസ്താദുമാർ എത്രയോ പ്രസംഗിച്ചു. വേദനയും ദൈവത്വമേ, ഉസ്താദുമാർ എത്രയോ പ്രസംഗിച്ച് നീ താടി വെച്ചോ, നിനക്ക് താടി വെക്കാൻ തോന്നിയോ? അത് നാണക്കേടായില്ലേ? അത് അഭിമാനത്തിന് ശരം വരുമെന്ന് പറഞ്ഞില്ലേ? അത് മൊയ്യാക്കന്മാരുടെ സിംഗലാണെന്ന് പറഞ്ഞില്ലേ? ഇന്നിപ്പോ ഒരു സിനിമയിൽ, ഈ സിനിമ തരംഗമായ സിനിമയിൽ ഒരു സിനിമാ നടൻ താടി വെച്ചപ്പോ ആ താടി വെച്ചുകൊണ്ട് നടക്കാൻ നാണമില്ലേ ചെറുപ്പക്കാരാ? മുത്തറസൂൽ ആ സിനിമ നടന്നക്കാരും ചെറുതാകുന്ന മുതലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ വരക്ക് അപ്പയ്ക്ക് മോശക്കാരനായി പോയോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, നിന്റെ താടി ലോകത്തില് ആ സിനിമാ നടനോടുള്ള സ്നേഹം നീ നെറ്റി ഒപ്പി വെച്ചിട്ടുണ്ടെങ്കിലോ ഈ മക്കാമിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കിടന്നിട്ട് തൗബയോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലപ്പുറം ഒരിക്കലും ഇവിടെ വളരാക്കരയില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് പറ്റിപ്പോയി ചെറുപ്പക്കാരോ? എന്ത് സംഭവിച്ചു പോയി ചെറുപ്പക്കാരോ? അല്ലാഹുവിന്റെ അലാപിറങ്ങും പൊന്നുമോനെ, പടച്ചവന്റെ അലാപിറങ്ങും പൊന്നുമോനെ. എന്ത് കോലം കിട്ടിയാലും അതിന്റെ പിന്നാലെ പോവാം. വളരെ പ്രയാസവും മുമ്പരുള്ളതുകൊണ്ട് പറയാം. സത്യം പറഞ്ഞാൽ യുവാക്കളൊക്കെ ഒന്ന് മുസാഫത്ത് ചെയ്യുമ്പോ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ചു പോലുണ്ട്, എവരൊക്കെ ഇപ്പൊ കാണുകയും കെട്ടിക്കൂടി മൊത്തം തന്നെ. പിന്നെ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയാൽ ഏതെങ്കിലും ഒരു വൃത്തികേട് കണ്ടാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകുന്ന ഏറ്റവും മോശമായ ഒരവസ്ഥ. വളരെ സങ്കടം. എന്റെ കൂട്ടുകാരോട് പറയാം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം വേണം. മുത്ത റസൂലിനെ നാളെ പരലോകത്ത് നമുക്ക് കാണണം. ഖബറിന്റെ അകത്ത് ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ എന്റെ മുത്ത റസൂലാന്ന് പറയാനുള്ള തന്റെ ഇടം ദുനിയാവിൽ ഈ ജീവിതത്തിൽ നേടിയെടുത്തിട്ട് വേണം പോകാൻ. അല്ലാതെ അവിടെ പോയി കിടക്കാൻ പറ്റുമോ?